ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. വർക്കലയിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഗായ്സ്, എന്നാണ് പോകുന്നത് അതിൻ്റെ തലേ ദിവസം വന്ന് ഡ്രസ്സ് എടുക്കുകയുള്ളൂ, എന്നാലേ ഞങ്ങൾക്ക് ഇതൊക്കെ ശരിയാവാറുള്ളൂ. പിന്നെ ഞങ്ങൾ ഫാഷൻ പോയിൻറ്റിലാണ് വന്ന് എടുക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ടീഷർട്സിന് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. ഞങ്ങൾ നിസ്സാര നേരം കൊണ്ട് ഒരു 6 ടീഷർട്ട്സാണ് എടുത്തത്. അങ്ങനെ ഇവരും ഹാപ്പി. ബില്ല് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു നാളെ പോണതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മലായയിലെത്തി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. വർക്ക് കഴിഞ്ഞ് എല്ലാവരും നേരെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുത്തൻ എന്നെ കുറേ നേരമായിട്ട് നോക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ അവൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തത് സൂപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ സൂപ്പ് കുടിക്കാണ്ട് തുടങ്ങാറില്ല. പിന്നെ നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ന്യൂഡിൽസും ചില്ലി ചിക്കനുമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഒരു പോർഷൻ ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ ക്വാണ്ടിറ്റി വൈസ് അടിപൊളിയാണ്. ആക്ച്വലി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, നാളെ പോകാനുള്ള കുറച്ച് പ്ലാനിങ് ആണ്. ഞങ്ങൾ 10 പേരുണ്ട്. അപ്പോൾ പോണ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കൂടുതലും വന്നത്. ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ പോയി പാക്ക് ചെയ്യണം, പാക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണം. ശരിക്കും ഞങ്ങൾ നാളെ മോർണിംഗ് ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇത്ര പ്ലാനിങ് ഒക്കെ വേണ്ടി വന്നത്. അവൻ ഇപ്പോഴും എന്നെ തന്നെ നോക്കുവാണ്. നമസ്കാരം ഗായ്സ്, നാളെ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കൊണ്ടുപോകാം എന്നുള്ളൊരു പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് നോർമൽ ടീഷർട്ട്, പിന്നെ അതിന് പറ്റിയ നൈറ്റ് വെയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൂസായിട്ടുള്ള പാൻറ്റും ടോപ്പ് ഇടാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഈവനിങ് എന്തായാലും ബീച്ചിലൊക്കെ പോകും. അപ്പോൾ ഇടാനായിട്ട് എനിക്ക് ഇത് ജീൻസ്, അതിന് പറ്റിയ ക്യൂട്ടായിട്ടുള്ള ബുഷൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബീച്ചിൽ പോകുമ്പോഴേക്കും പിറ്റേ ദിവസം ബീച്ചിൽ പോകാനായിട്ട് ഈ ഗൗണ്. അപ്പോൾ ഇത്രയുള്ള ഡ്രസ്സിൻ്റെ പാക്കിംഗ് ഒക്കെ. ഇനി നമുക്ക് സൺസ്ക്രീൻ, ഐലൈനർ, ലിപ്സ്റ്റിക്ക് അതിലൊന്നും വേറെ ഐറ്റംസ് ഒന്നും എനിക്ക് പാക്ക് ചെയ്യാനില്ല. ഓക്കെ, നമ്മൾ ബാഗിലോട്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങി. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഒരു ദിവസത്തെ ട്രിപ്പിൽ എന്തിനാണ് ഈ വലിയ ട്രോളി ബാഗൊക്കെ ആയിട്ട് പോണേന്ന്. പക്ഷേ എനിക്കിഷ്ടം ഈ ബാഗിൽ കൊണ്ടുപോകാനാണ്. എനിക്ക് തൂക്കിക്കൊണ്ട് നടക്കണമെന്ന് എനിക്കിഷ്ടമാണ്. ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണം. പിന്നെ ബീച്ചിൽ ഇറങ്ങുമ്പോഴാണ് ഷോർട്ട്സും ബനിയനും എല്ലാം എടുത്തു വരുമ്പോൾ ഇത് നിറയും. പിന്നെ ഇതാണ് സൺഗ്ലാസ്. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ മേക്കപ്പ് ഐറ്റംസ് മാത്രമേ. ബാഗ് പാക്ക് ചെയ്ത കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ വെക്കാനായിട്ട് മിസ്സായിട്ടുണ്ട്. വേറൊന്നുമല്ല, മെഡിസിൻസാണ്. എവിടെയൊക്കെ ട്രിപ്പ് പോയോ അതിൻ്റെയൊക്കെ തലേ ദിവസം എനിക്ക് ഒന്നല്ലേ പനി, ഒന്നല്ലേ ജലദോഷം. കഴിഞ്ഞ തവണ പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ മുഖത്തൊക്കെ തൊലിയൊക്കെ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. എന്താണോ എന്തോ, ഇങ്ങനെയാണ് എപ്പോഴും. അപ്പം മെഡിസിൻസ് എല്ലാം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വിക്സാണ്. നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതെല്ലാം അവിടെ കിട്ടുന്നതാണ്. പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. ട്രാവൽ ചെയ്യുമ്പോഴാണേലും പെട്ടെന്ന് ആവശ്യം വന്നാൽ നിർത്തണ്ടല്ലോ വണ്ടി. ഫൈനലി ഞാൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. വണ്ടി വന്നിട്ടില്ല. പാലാസോയും ടോപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാര്യം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴേക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണിത്. ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ പുറകിൽ തന്നെ ഒരു 3-4 പേരുണ്ട്. 6 പേര് മൊത്തത്തിലുണ്ട്. ഒരു പീസിനെടുത്ത് അപ്പുറത്തോട്ട് ഡ്രൈവർ. അതെ, നിന്നെ അരയായിട്ട് ഓടിയിട്ടുണ്ട്. അത്